പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ഈ വലിയ നോമ്പിൻ്റെ നല്ല നാളുകളിൽ ചേർന്നിരുന്ന തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് കർത്താവ് ഒരുക്കി തന്ന വലിയ കരുണയ്ക്കും കരുതലിനുമായി ദൈവത്തിന് സ്തോത്രം ചൊല്ലാം. നാം ചില നോമ്പുകാല ചിന്തകളാണല്ലോ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഒരു ചിന്ത കൂടെ ഇന്ന് അതോട് ചേർത്ത് വയ്ക്കുവാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. ശുദ്ധമുള്ള വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ തിരുവചനങ്ങളിൽ നിന്ന് ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ വേദഭാഗം എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുന്ന ദൂതാണ്. എഫെസോസിലെ സഭയോട് വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നിന്നിൽ ഒരുപാട് നന്മകളുണ്ട്, നിന്നിൽ ഒരുപാട് നന്മകളുണ്ട്. ഞാനത് കാണുന്നു, എണ്ണി എണ്ണി ഞാനത് സമ്മതിക്കുന്നു. നിന്നിൽ ഒരുപാട് നന്മകളുണ്ട്. എന്നാൽ നീ തികഞ്ഞവനല്ല, നിനക്ക് കുറവുകളുണ്ട്. ഇതൊരു പക്ഷേ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു വലിയ പച്ച പരമാർത്ഥമാണ്, തികഞ്ഞ സത്യമാണ്. നിന്നിൽ ഒരുപാട് നന്മകളുണ്ട്, നീ ഒരുപാട് യോഗ്യതയുള്ള ഒരാളാണ്. എന്നാൽ നീ തികഞ്ഞവനല്ല, നീ തികഞ്ഞവളല്ല. നിന്നിൽ കുറേ വൈകല്യങ്ങളുണ്ട്, കുറേ പരിമിതികളുണ്ട്. ദൈവാത്മാവ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ തൂക്കി നോക്കി സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വേദഭാഗത്ത് എഫെസോസിലെ സഭയെക്കുറിച്ച് പറഞ്ഞത്, നന്മകളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. 1, നീ ഒരുപാട് പ്രയത്നിച്ചവനാണ്, പരിശ്രമിച്ചവനാണ്. എനിക്കറിയാം നിന്നെക്കുറിച്ച്. നീ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു, നീ ദൈവത്തിന് വേണ്ടി പരിശ്രമിച്ചു. എഫെസോസിലെ സഭയോടെ പറയുന്നത്, നീ ദൈവവേല ആവോളം ചെയ്തു, നീ പരിശ്രമശാലിയാണ്, വിശ്രമമെന്നേ പ്രവർത്തിച്ചിട്ടുണ്ട്. നീ ദൈവത്തിന് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? പരിശ്രമശാലിയല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ കഴിഞ്ഞ 32 വർഷങ്ങളായി ഞാൻ ഈ വേല തുടരുകയാണ്. ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ഇടങ്ങളിൽ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കർത്തൃ ശുശ്രൂഷ ചെയ്ത ഒരുപാട് പേർ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകാം. അനേക ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പട്ടിണിയും ദാരിദ്ര്യവും വേദനയും ദുഃഖവും സഹിച്ച് കർത്തൃവേല ചെയ്തവരും ഇത് കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ദാരിദ്ര്യങ്ങളുടെയും വേദനകളുടെയും തിരസ്കരണങ്ങളുടെയും വേട്ടയാടപ്പെടലുകളുടെയും ഒക്കെ മധ്യത്തിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് കർത്തൃവേല ചെയ്യുന്നവരും ഇത് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ പരിശ്രമശാലികളായിരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തവർ, സഭയെ കെട്ടിപ്പണിയുവാൻ വേണ്ടി വലിയ പരിശ്രമം ചെയ്തവർ, ആ ആലയം കെട്ടിപ്പണിയുവാൻ വേണ്ടി വലിയ അത്യധ്വാനം ചെയ്തവർ, ആത്മീകമായി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തവർ, വീട് വീടാന്തരം കയറി ഇറങ്ങി ആളാം പ്രതിവേലയിലൂടെ അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തിയവർ, തെരുവോരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തെ സാക്ഷിച്ച് അനേകരെ കർത്താവിലേക്ക് വിളിച്ചടുപ്പിച്ചവർ ആയിരിക്കാം. നമ്മിൽ പലരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. കർത്താവ് അത് വിലമതിക്കുന്നുണ്ട്. അതാണ് ഇവിടെ എഫെസോസിലെ സഭയോട് പറഞ്ഞത്. നീ പരിശ്രമശാലിയാണ്, എനിക്ക് നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു മതിപ്പുണ്ട്. രണ്ടാമത് പറഞ്ഞു, നീ വളരെ സഹിഷ്ണുതയുള്ളവനാണ്. എഫെസോസിലെ സഭയെ, നീ വളരെ സഹിഷ്ണുതയുള്ളവനാണ്. എത്ര പീഡയേറ്റിട്ടും എത്ര നിന്ദിക്കപ്പെട്ടിട്ടും നീ തളർന്നു പോകാതെ പിടിച്ചു നിന്നവനാണ്. നമ്മിൽ പലരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ. തളർന്നു പോകാത്തവർ, സഹിഷ്ണുതയുള്ളവർ, മടുത്തു പോകാത്തവർ, നിരാശ പിടിപെടാത്തവർ, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലൂടെ, നിരന്തരമുള്ള ടോർച്ചറിങ്ങിൻ്റെ മധ്യത്തിലൂടെ, നിരന്തരമുള്ള വെല്ലുവിളികളുടെ മധ്യത്തിലൂടെ, ഉറ്റവരും ഉടയവരും തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ, തലയ്ക്ക് നല്ല സുഖമില്ലേ എന്ന് ചോദിച്ച് ആക്ഷേപിച്ച സാഹചര്യത്തിൽ, ഒരുപാട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മടുത്ത് കർത്തൃവേല നിർത്താതെ
ഈ വക ആക്ഷേപങ്ങളെയെല്ലാം തൃണവൽഗണിച്ച് സഹിഷ്ണുതയോടെ കർത്താവിൻ്റെ വേലയിൽ ഉറച്ചു നിന്നിട്ടുള്ള പലരുമുണ്ട്. ഞാൻ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളയാളാണ്. മുഖത്ത് നോക്കി സഹോദര വൈദികർ പലരും വലിയ പുച്ഛത്തോടെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ശാസിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സ് മടുത്തു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു. ചിലരൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ അവരോട് പുറത്ത് അത് മറന്നുവെങ്കിലും മനസ്സിലിപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പാരുഷ്യമോ ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ആരോടും വെച്ച് പുലർത്താൻ ദൈവം അനുവദിച്ചില്ല. അവരെ സ്നേഹിപ്പാനും അവരുടെ തിരുത്തപ്പെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും അവരോടുകൂടെ നല്ല ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുവാനുമൊക്കെ ദൈവം കൃപ തന്നിട്ടുണ്ട്. അവർ വിളിക്കുമ്പോൾ ശാന്തമായി കേൾക്കാനും അവർ ആവശ്യപ്പെടുമ്പോൾ അവരോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ തികഞ്ഞവനല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ സഹിഷ്ണുതയുടെ നല്ല പാഠമുണ്ട്. സഹിഷ്ണുതയില്ലാത്തവരുമുണ്ട്. ഒന്നും സഹിക്കാൻ പറ്റാത്തവർ, ഒട്ടും സഹനശേഷിയില്ലാത്തവർ, എന്തെങ്കിലും വിമർശനം കേൾക്കുമ്പോഴേ അയ്യോ ഞാൻ ചെയ്തതെല്ലാം പാഴായി, ആരും എന്നെ മാനിക്കുന്നില്ല എന്ന് നിലവിളിക്കുന്നവർ, നിരന്തരം പരാതിപ്പെടുന്നവർ, നേതൃത്വത്തെ വിളിച്ചെനിക്ക് വയ്യ, ഞാൻ മടുത്തു, എന്നെ ആരും മാനിക്കുന്നില്ല, എനിക്ക് ആരും കൂട്ടായ്മ തരുന്നില്ല, എന്നോടാരും സഹകരിക്കുന്നില്ല എന്ന് നിരന്തരം സങ്കടപ്പെടുന്നവർ ഈ സഹിഷ്ണുതയില്ലാത്തവരാണ്. അങ്ങനെയുള്ള ആളുകളിൽ പലരെയും കഴിഞ്ഞ നാളിൽ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറഞ്ഞു മടുത്തു മടുത്തു മടുത്തു, ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല, എല്ലായിടത്തു നിന്നും ആക്ഷേപങ്ങളും നിന്ദകളും മാത്രമാണ്, മടുത്തു. ആർക്കു വേണ്ടിയാണ് വേല ചെയ്യുന്നത്? ഈ ആക്ഷേപിക്കുന്നവർക്ക് വേണ്ടിയോ? നിന്ദിക്കുന്നവർക്ക് വേണ്ടിയോ? പരിഹസിക്കുന്നവർക്ക് വേണ്ടിയോ? വെല്ലുവിളിക്കുന്നവർക്ക് വേണ്ടിയോ? ആണെങ്കിൽ മടുക്കും. ദൈവത്തിനു വേണ്ടിയാണ് വേല ചെയ്യുന്നതെങ്കിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും ആരൊക്കെ വെല്ലുവിളിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും മടുക്കില്ല. കാരണം ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നെ നിന്ദിക്കുന്നവർക്ക് വേണ്ടിയല്ല, എന്നെ മാനിക്കുന്നവന് വേണ്ടിയാണെന്ന ബോധം, ആ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും മടുത്തു പോകില്ല. പ്രിയപ്പെട്ടവരെ, എഫെസോസിലെ സഭ മടുത്തു പോകാത്തൊരു സഭയായിരുന്നു. വലിയ സഹിഷ്ണുതയോടെ നിന്ന സഭ. ഇന്ന് നമ്മിൽ അനേകരും അങ്ങനെ നിൽക്കുന്നവരാണ്. പക്ഷേ തികഞ്ഞവനല്ല, തികഞ്ഞവളല്ല. അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. മൂന്നാമത് പറഞ്ഞു എഫെസോസിലെ സഭയോട്, അശുദ്ധിയും പാപവുമുള്ളവരെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാതെ, അംഗീകരിക്കാൻ മനസ്സില്ലാതെ മാറ്റി നിർത്തി നീ, ഞാൻ നിന്നെ മാനിക്കുന്നു. അശുദ്ധരോട് കൂട്ടുകൂടാതെ, പാപികളോട് കൂട്ടുകൂടാതെ, അവരുമായി സഹവാസം ചെയ്യാതെ, അവരിൽ ഒരാളായി മാറാതെ, അവരുടെ സ്വഭാവം ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാതെ, അവരുടെ ജീവിതശൈലി നിൻ്റെ ജീവിതശൈലിയായി മാറാതെ നീ അവരെ അകറ്റി നിർത്തി എന്നൊരു പുണ്യം നിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മിൽ പലരും അങ്ങനെയുള്ള കാര്യങ്ങളിലും ജയാളികളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നീ പാപികളോട് ഇണയല്ല പിണ കൂടരുത് എന്ന്. ചേരാൻ പാടില്ലാത്തവരോട് ചേരരുത്, കൂട്ടായ്മ പങ്കിടാൻ പാടില്ലാത്തവരോട് അത് പങ്കിടരുത്, അവരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഇന്ന് അനേകം ആളുകൾ പലരോടും വേറിട്ട് നിൽക്കുന്നുണ്ട്, പല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുന്നുണ്ട്, സത്യമാണ്. എന്നാൽ മറ്റു ചിലരോ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നുമുണ്ട്. വിശ്വാസിയായിരിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുന്നു, കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, അപ്പോൾ തന്നെ പാപത്തിൻ്റെ ചില വഴികളിലേക്ക്, അശുദ്ധമായ ചില കൂട്ടുകെട്ടുകളിലേക്ക്, ദ്രവ്യാഗ്രഹത്തിൻ്റെ ചില പങ്കാളിത്തങ്ങളിലേക്കൊക്കെ മനസ്സ് പതറിപ്പോകുന്ന ആളുകളുണ്ട്. എന്നാൽ എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുന്നത്, നീ അശുദ്ധിയും പാപവുമുള്ളവരെ അകറ്റി നിർത്തി വേർപാട് പാലിച്ച് സ്വയം സൂക്ഷിച്ചവനാണ്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷേ എഫെസോസിലെ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് നാളുകളിൽ സ്വയത്തോട് ചോദിക്കുക, എത്രത്തോളം വേർപാടിൻ്റെ ജീവിതമുണ്ട്? പാപികളോട് കൂട്ടുകൂടുന്ന അനുഭവമുണ്ടോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നുണ്ടോ? പാപികളുടെ വഴിയിൽ നിൽക്കുന്നുണ്ടോ? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടോ? അവരുമായി സഹവസിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഒരു മനുഷ്യൻ, അയാൾ വലിയൊരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്,
അയാളുടെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ചില പാർട്ടികളൊക്കെ നടത്താൻ അയാൾ നിർബന്ധിതനാകുന്നു. ആ പാർട്ടികളൊക്കെ നടത്തുമ്പോൾ അവിടെ മദ്യം വിളമ്പേണ്ടതായിട്ടുണ്ട്, അവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ പങ്കിടേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ഇയാൾ തയ്യാറാകുന്നു. അപ്പോൾ ഇയാളോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊരു വിശ്വാസിക്ക് യോഗ്യമാണോ? അപ്പോഴാ മനുഷ്യൻ്റെ മറുപടി, ഞാൻ അവിടെ പോയി ഇരിക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്, പണം മുടക്കുന്നത് ഞാനാണ്, അതെൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ഞാൻ അവിടെയുള്ള ഒരു കാര്യത്തിലും പങ്കുചേരാറില്ല, മദ്യപിക്കാറില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ മദ്യപിക്കുമ്പോൾ ഞാൻ കോളയാണ് കുടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ ന്യായീകരണം എത്ര സമർത്ഥമുള്ള ന്യായീകരണമാണ്! ആ മനുഷ്യൻ അങ്ങ് സമർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ സാമർഥ്യത്തോടെ പറയുകയാണ്, ഞാൻ പാപം ചെയ്യുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇയാളാണെങ്കിൽ, പിന്നെ ഇയാൾ ഈ മദ്യം വിളമ്പുന്നയാളാണെങ്കിൽ, അതിനുവേണ്ടി മറ്റ് ചില ക്രമക്കേടുകളൊക്കെ അയാൾ ജീവിതത്തിൽ അരുതാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചില്ല എന്നുള്ള ന്യായീകരണത്തിൽ എന്ത് യുക്തിയാണുള്ളത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കരുത്. വിശ്വാസിയാണെങ്കിൽ വിശ്വാസിക്കൊത്തവണ്ണമല്ലോ ജീവിക്കേണ്ടത്. അതാണിവിടെ പറയുന്നത്. എഫെസോസിലെ സഭയോട് പറയുന്നു, നീ പാപിയോട് വേറിട്ടിരുന്നവനാണ്, അശുദ്ധിയുള്ളവരെ അകറ്റി നിർത്തിയവനാണ്, നിന്നെ തന്നെ സൂക്ഷിച്ചവനാണ്, അവരുമായി സഹവാസം ചെയ്യാത്തവനാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടായിരിക്കാം. ചിലരൊക്കെ ഈ നിലപാടിൽ ഉറച്ചവരായിരിക്കാം, പാപികളെ അകറ്റി നിർത്തുന്നവരായിരിക്കാം, അവരുമായി സഹവാസം ചെയ്യാത്തവരായിരിക്കാം, നിശ്ചയമായിട്ടും വേർപാടിൻ്റെ ജീവിതമുള്ളവരായിരിക്കാം. എങ്കിലും നീ തികഞ്ഞവനല്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തോറ്റുപോകുന്നത്. അവിടെയാണ് നമ്മൾ ശരിക്കും ദൈവസന്നിധിയിൽ തകർന്നു പോകുന്നത്. ദൈവം നിരീക്ഷിക്കുന്നത് മറ്റൊരാൾ നിരീക്ഷിക്കുന്നത് പോലെയല്ല, ആഴത്തിൽ അവൻ നമ്മെ നിരീക്ഷിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ചിത്രം ദൈവം നമ്മെ വരച്ച് കാണിക്കുകയാണ്. നാലാമതൊരു കാര്യം കൂടെ യോഹന്നാൻ എഴുതുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. ഇങ്ങനെ പറഞ്ഞു, നീ കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും പരിശോധിച്ചറിഞ്ഞവനും അവരെ ദൂരെ നിർത്തിയവനുമാണ്. എഫെസോസിലെ സഭയുടെ ക്വാളിറ്റികളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. നാലാമത് പറഞ്ഞത് ഇതാണ്, നീ കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും പരീക്ഷിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയവനാണ്. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ പരാജയപ്പെട്ടു പോകുന്നൊരു സ്ഥലമാണിത്, ഒരു തലമാണിത്. കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും തിരിച്ചറിയുന്നതിൽ, വിവേചിച്ചറിയുന്നതിൽ ഇന്നത്തെ തലമുറയിലെ വിശ്വാസികൾ അമ്പേ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സാമ്പത്തിക ലാഭം മാത്രം മനസ്സിലിട്ടുകൊണ്ട്, യേശുവിൻ്റെ നാമമെടുത്തുകൊണ്ട് ജനത്തെ വല്ലാതെ കുഴപ്പത്തിലാക്കിക്കൊണ്ട്, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, അവരുടെ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നവരെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട്, അത് ഞാൻ നടത്തിത്തരും, അതിനുള്ള വരം എനിക്കുണ്ടെന്നൊക്കെ ജനത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വശീകരിച്ച് വശത്താക്കി, അവരുടെ കുടുംബസ്വത്തും മറ്റു സ്വത്ത് മുതലുമൊക്കെ സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങി, അതുപോലെ അവരുടെ പോക്കറ്റിലുള്ളതും പേഴ്സിലുള്ളതുമായ പണം മുഴുവൻ, കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം വാരി വാങ്ങിക്കൂട്ടി സ്വയം കുബേരനായി വളർന്ന് പന്തലിക്കുന്ന കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും തിരിച്ചറിയുന്നതിൽ ഇന്നത്തെ ആത്മീക തലമുറ പരാജയപ്പെട്ടു പോകുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ ജനം പരാജയപ്പെട്ടു പോകുന്നത്? ഇപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മനസ്സുറപ്പിച്ചിരിക്കുന്നു, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ തലം അറിയാതിരിക്കുന്നു. കാൽവരി ക്രൂശിൽ യേശു സാധിപ്പിച്ച രക്ഷയാണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന തിരിച്ചറിവ് ഇന്ന് അനേകം വിശ്വാസികൾക്ക് ഇല്ലാതിരിക്കുന്നു. മരണത്തെ ജയിച്ചവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന പരമാർത്ഥം വിശ്വാസി മനസ്സിലാക്കാതെ പോകുന്നു. ഭൗമലോകത്തെ ജീവിതം താൽക്കാലികമാണ്, ശാശ്വതമല്ല. ഒരു മരണമുണ്ട്, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗകനാനിൽ വർണ്ണനാതീതമായ മഹത്വത്തിൽ എനിക്കൊരു വാസമുണ്ട്, അതാണ് എൻ്റെ നിത്യതയിലെ ആനന്ദമെന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടാതെ പോകുന്നു. വിശ്വാസി കേവലം നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അടുത്ത് നിൽക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഈ ചൂഷണത്തിന് വിധേയപ്പെടുന്നവർ. അങ്ങനെയുള്ളവരെയാണ് കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും കൈകാര്യം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസിയെ ഒരിക്കലും ഒരു കള്ളപ്രവാചകനോ ഒരു കള്ള അപ്പോസ്തലനോ ഒരാൾ ദൈവത്തിനോ കീഴടക്കാനാകില്ല.
എന്ന് പറയുമ്പോൾ ഈ കീഴടങ്ങിക്കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, മാസ്റ്റർ ഡിഗ്രിയും PhDയും ചെയ്തവരുണ്ട്, വലിയ വലിയ പൊസിഷനുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വലിയ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, വലിയ ബിസിനസ് സാമ്രാജ്യം കൈവശപ്പെടുത്തിയവരുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ സാധിപ്പിച്ചു തന്ന വിലമതിക്കാനാകാത്ത രക്ഷയുടെ മർമ്മമറിഞ്ഞിട്ടില്ലാത്തവരാകൊണ്ട് ഇത്തരം ആൾദൈവങ്ങളുടെ, കള്ളപ്രവാചകന്മാരുടെ, കള്ളയപ്പോസ്തലന്മാരുടെ കക്ഷത്തിൽ തലവെച്ച് അവരുടെ നിയന്ത്രണത്തിൽ അടിമകളെപ്പോലെ ജീവിക്കുന്നു. എന്നാൽ എഫെസോസിലെ സഭയോ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ദൂരെ നിർത്തിയവനും ആട്ടിപ്പായിച്ചവനുമാണ്. നമ്മളങ്ങനെ ആകുന്നുണ്ടോ? നമ്മളങ്ങനെ ആകേണ്ടതല്ലേ? ഈ പറഞ്ഞ 4 യോഗ്യത നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? എഫെസോസിലെ സഭയ്ക്ക് ഈ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഈ 4 യോഗ്യതകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. 1, ഒരുപാട് അത്യധ്വാനം ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഉണ്ടോ? 2, വളരെ സഹിഷ്ണുതയോടെ എന്തും നേരിടുമ്പോഴും മനസ്സ് പതറിപ്പോകാതെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിൽക്കേണ്ടതല്ലേ? 3, അശുദ്ധിയും പാപവും ഉള്ളവരെ അകറ്റി നിർത്തി അവരുമായിട്ട് കോംപ്രമൈസിനോ കൂട്ടായ്മയ്ക്കോ ഒന്നും തയ്യാറായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കപ്പെടേണ്ടതല്ലേ? പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കപ്പെടേണ്ടതല്ലേ? 4 പറഞ്ഞത് കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും ആൾദൈവങ്ങളെയും പരീക്ഷിച്ചറിയണം, വിവേചിച്ചറിയണം, എന്നിട്ട് അവരെ അകറ്റി നിർത്തണം. അവരുടെ ലാക്ക് എന്താണെന്ന് തിരിച്ചറിയണം. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അടുത്ത് വരുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള വിവേകമുണ്ടാകണം. അല്ലെങ്കിൽ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും, ഒന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വരുന്നവരുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയണം. ചിലർ സാമ്പത്തിക ലാഭം മനസ്സിലിട്ട് വരുന്നുണ്ട്, ചിലർ അവരുടെ ചുറ്റും കുറേ ആളുകളെ കൂട്ടാൻ ഉദ്ദേശിച്ച് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യന് ക്യാൻസർ ബാധിച്ചു. മെഡിക്കൽ സയൻസ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആ മനുഷ്യനോട്, അയാളുടെ ബന്ധുക്കളോട്, ഭാര്യയോട്, മക്കളോടൊക്കെ പറഞ്ഞു, ഈ ആളുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇനി മെഡിക്കൽ സയൻസിൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഈ ആൾ മരിച്ചു പോകും. ആശ്വാസത്തിനായി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ജീവിതം ക്രമപ്പെടുത്തി ഒരുങ്ങുക. തീരെ പ്രായം കുറഞ്ഞ ആളൊന്നുമല്ല, ഒരു 55 വയസ്സ് പ്രായമുള്ള ആളാണ്. സ്വാഭാവികമായ ആളുകൾ ചോദിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിനെ ജയിക്കാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പറ്റും എന്ന് തന്നെ പറയണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവ പദ്ധതി അയാൾ സൗഖ്യപ്പെടണമെന്നാണെങ്കിൽ അയാൾ സൗഖ്യപ്പെടും. ദൈവ പദ്ധതി അങ്ങനെയല്ല. അയാളെ തൻ്റെ സന്നിധിയിൽ ചേർക്കാനാണെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവ പദ്ധതി മാറാൻ പോകുന്നില്ല. ദൈവ പദ്ധതിയെ മാറ്റാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവ പദ്ധതി നിറവേറാനാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ്. ഇതെല്ലാം കേട്ടും വെച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, ഈ രോഗം നുള്ളി മാറ്റിയതുപോലെ എടുത്തു മാറ്റാൻ കഴിയും. ആ ആളായിരുന്ന സഭയിൽ അംഗമല്ല ഈ വന്നയാൾ, അയാൾ വേറെ ഒരു വിഭാഗത്തിൽ നിന്ന് വന്നയാളാണ്. എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക, എല്ലാം ശരിയാകും. അവർ വേണ്ടെന്ന് പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ദർശനമുണ്ടായി, ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തണം 3 ദിവസത്തേക്ക്. അത് ഞങ്ങളുടെ സഭയിലെ ആത്മീയ യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ വരണം, എന്നിട്ട് ഈ വീട്ടിൽ വലിയ ഒരു പ്രാർത്ഥന നടത്തണം, അപ്പോൾ ഇവിടെ അത്ഭുതം സംഭവിക്കും. അവർ വേണ്ടെന്ന് പറഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ അവിടെ 10-20 ആളുകൾ വന്നു. വലിയ പ്രാർത്ഥനയും കൂട്ടായ്മയും വലിയ പാട്ടും കൊട്ടും വലിയ വലിയ ആരാധന അവിടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരും ആ കൂടെ കൂടി. 3-ാം നാളിൽ വലിയ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വേറൊരാൾക്ക് ദർശനം കിട്ടുകയാണ്. ഈ രോഗി ഇപ്പോഴായിരിക്കുന്ന സഭയിൽ ഇരുന്നു കൊണ്ട് സുഖം പ്രാപിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഈ രോഗി സ്നാനപ്പെട്ടാലേ രോഗിക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. ട്രാപ്പാണ് പ്രിയപ്പെട്ടവരെ. രോഗിക്കോ രോഗിയുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായില്ല. ദൈവാത്മാവ് സംസാരിച്ചതാണ് പ്രാർത്ഥന വേളയിലെന്നാണ് പറയുന്നത്. ഉടനെ അവർ അതിന് തയ്യാറായി. ആ രോഗി സ്നാനപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, പ്രാർത്ഥന 3 ദിവസം കൂടെ തുടരണം. 3 ദിവസം കൂടെ പ്രാർത്ഥന തുടർന്നപ്പോൾ കൂട്ടത്തിൽ വേറൊരാൾക്കൊരു ദർശനം കിട്ടി എന്ന് അയാൾ ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, ഈ വീട്ടിലെ മുഴുവൻ ആളുകളും സ്നാനപ്പെട്ട് ഞങ്ങളോട് ചേർന്നാലേ ഈ രോഗിയുടെ സൗഖ്യം ദൈവം അംഗീകരിക്കുകയുള്ളൂ.
ഈ ആളുകളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം. അവർ സ്നാനപ്പെട്ടു, ആ കുടുംബം മുഴുവനും ആ സംഘത്തോടൊപ്പം ചേർന്നു. അങ്ങനെ 7 ദിവസം പ്രാർത്ഥന പൂർത്തിയാക്കി അവർ ഇവരെ അവരുടെ സഭയിൽ അംഗമാക്കി മടങ്ങിപ്പോയി. കൃത്യം 15-ാം ദിവസം ആ രോഗി മരിച്ചുപോയി. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വന്ന മനുഷ്യനോട് നോക്കി നിന്ന ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്? അയാളുടെ രോഗം നുള്ളിമാറ്റും, അയാളെ രക്ഷിക്കും, അയാളെ സുഖപ്പെടുത്തുമെന്നല്ലേ? ഇപ്പോൾ അയാൾ മരിച്ചു പോയല്ലോ. ഈ വന്ന വഞ്ചകൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ അയാൾ പൂർണ്ണമായും രക്ഷപ്പെട്ടിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് യുക്തി? കള്ളപ്രവാചകന്മാർ, വഞ്ചകന്മാർ, ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം. അല്ലാത്തിടത്ത് ഒരു വിശ്വാസി പരാജയപ്പെടും. എഫെസോസിലെ സഭ ഇതിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ എഫെസോസിലെ സഭയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താണത്? നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നീ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുള്ളയാളാണ്, ഇതെല്ലാം നിൻ്റെ ക്വാളിറ്റിയാണ്, ക്വാളിഫിക്കേഷനാണ്. പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആദ്യമുണ്ടായിരുന്ന താല്പര്യം ഇപ്പോൾ നിൻ്റെ ആത്മീയ ജീവിതത്തിലില്ല. ആദ്യമുണ്ടായിരുന്ന ഉത്സാഹം ഇപ്പോൾ നിൻ്റെ ആത്മീക ജീവിതത്തിലില്ല. ആദ്യമുണ്ടായിരുന്ന പരിശ്രമശീലം ഇപ്പോൾ നിൻ്റെ ജീവിതത്തിലില്ല. ആദ്യമുണ്ടായിരുന്ന സഹിഷ്ണുത ഇപ്പോൾ നിൻ്റെ ആത്മീക ജീവിതത്തിലില്ല. ആദ്യമുണ്ടായിരുന്ന എല്ലാം വിവേചിച്ച് നോക്കി തിരിച്ചറിയാനുള്ള നിൻ്റെ ആ നിലപാട് ഇപ്പോൾ നിന്നിലില്ല. ആകെ ഒരു മടുപ്പ്, ആകെ ഒരു മരവിപ്പ്, എല്ലാം നഷ്ടപ്പെട്ടു പോകും നിനക്ക് എന്ന് നീ തിരിച്ചറിയണം. ദൈവ പൈതലെ 5, 6, 7 വാക്യങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ പണ്ടായിരുന്നു ഇതൊക്കെ, പക്ഷേ ഇപ്പോൾ നീ അതൊന്നുമല്ല. ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് വിശുദ്ധിയിൽ നിന്നിട്ടുണ്ട്. നീ ദൈവസന്നിധിയിൽ ഒരുപാട് കള്ളന്മാരെ കണ്ടെത്തി അകറ്റി നിർത്തിയിട്ടുണ്ട്. ഒക്കെ സത്യമാണ്, അങ്ങനെ ഒരു കാലം നിനക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ അങ്ങനെയല്ല. ഇപ്പോൾ നീ അങ്ങനെയല്ല. നീ തണുത്തു പോയവനും മരവിച്ചു പോയവനും ശക്തി ചോർന്നു പോയവനും ഒന്നും ചെയ്യാൻ കഴിയാത്തവനുമായി ആദ്യ സ്നേഹം വിട്ടുപോയൊരു വ്യക്തിയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിൻ്റെ വിളക്ക് നീക്കും, നിൻ്റെ പ്രകാശം കെട്ടുപോകും, നീ ഇരുട്ടിൽപ്പെട്ടു പോകും. നീ മാനസാന്തരപ്പെടണമെന്നാണ് ഈ നോമ്പുകാല ചിന്തയായി പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. പറുദീസയിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കിട്ടേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. നമ്മൾ ഒരു കാലത്ത് ഒരുപാട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നവരാണ്. ഇപ്പോഴങ്ങനെ അല്ല പലരുടെയും ജീവിതത്തിൽ. ചിലർക്ക് ജീവിതത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ, സുഖലോലുപത വർദ്ധിച്ചപ്പോൾ, മക്കളെല്ലാം വിദേശത്തെത്തിയപ്പോൾ, ചെറ്റക്കുടലിൻ്റെ സ്ഥാനത്ത് കൊട്ടാരം വന്നപ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. വേറെ ചില ആളുകൾക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തോട് വലിയ സ്നേഹവും കരുതലുമൊക്കെ ആയിരുന്നു. രോഗം വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ, സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ, വീട് വിൽക്കേണ്ടി വന്നപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഈ 2 നിലകളിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരുണ്ടാകാം. അങ്ങനെയാണെങ്കിലും തിരുത്തപ്പെടണം, മാനസാന്തരപ്പെടണം. ദൈവവേലയിൽ ഉറ്റിരുന്ന പല ആളുകൾക്കും പഴയ നിലയിൽ സപ്പോർട്ടോ പിന്തുണയോ പ്രോത്സാഹനമോ കിട്ടാതെ വന്നപ്പോൾ ആദ്യ സ്നേഹം തണുത്തു പോയിട്ടുണ്ടാകാം. ദൈവത്തോടാണ് ഉടമ്പടി വെച്ചതെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, താഴ്ത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ നോമ്പ് കാലത്ത് ദൈവം ആവശ്യപ്പെടുന്ന മാനസാന്തരം അത് നമ്മിലുണ്ടാകണം. ആദ്യ സ്നേഹത്തിലേക്കുള്ള മടക്കം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസം ഞങ്ങളെ സന്ദർശിച്ച് കേൾപ്പിച്ച വിലയേറിയ സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. എഫെസോസിലെ സഭയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഞങ്ങളെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ ഈ കേട്ട വചനത്തിന് പ്രകാരം ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ, ഞങ്ങളുടെ പാപങ്ങളോടൊക്കെ ഒന്ന് വിട പറയുവാൻ, ഞങ്ങളുടെ ആദ്യ സ്നേഹം മടക്കി വാങ്ങുവാൻ, ദൈവമേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളായിത്തീരുവാൻ, ഞങ്ങളെ കർത്താവിന് പ്രയോജനമുള്ളവരായി, തീക്ഷ്ണതയുള്ളവരായി, അശുദ്ധിയിൽ നിന്നും പാപത്തിൽ നിന്നും അകന്നിരിക്കുന്നവരായി, ഞങ്ങളെ തന്നെ വിവേചിച്ച് നോക്കുന്നവരായി സൂക്ഷ്മതയോടെ ജീവിപ്പാൻ കൃപയാൽ സഹായിക്കണം. അവിടുത്തെ കരുതലും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവമേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം.
ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.